ഹായ് പി എസ് സി ആസ്പിരൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പി എസ് സി പഠനത്തിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റും അതുപോലെ കൺസിസ്റ്റൻസിയും. ഇതെങ്ങനെയാണ് ഞാൻ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. വീഡിയോയിലോട്ട് കിടക്കാം. പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സി പഠിക്കുന്നവർ രണ്ട് വിഭാഗം ആൾക്കാരാണുള്ളത്. ഒന്നാമത് നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ടോടു കൂടി പഠിക്കുന്നവരായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചോളൂ, പഠിച്ചാൽ മാത്രം മതി എന്ന് പറയുന്ന ഒരു വിഭാഗം കാറ്റഗറിയിലുള്ള കുട്ടികളും കാണും. അതുപോലെ തന്നെ ഇപ്പം വീട്ടുജോലിയും കുട്ടിയുടെ കാര്യവും അതുപോലെ എല്ലാ കാര്യവും കൂടെ മാനേജ് ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്ന രണ്ടാമത്തെ വിഭാഗം കൂടി കാണും. അപ്പം ഞാൻ ഈ രണ്ട് ഫേസിൽ കൂടെയും കടന്നു വന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് പഠിച്ചോളൂ, ടൈം ഇഷ്ടം പോലെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ആ സമയമൊന്നും എനിക്ക് പി എസ് സിക്ക് ഒരു ബേസ് സെറ്റാക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം നമുക്ക് അധികം ടൈം നമ്മളെ മുന്നിൽ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു മടി, അലസത വരും. ടൈം ഉണ്ടല്ലോ പിന്നീട് പഠിക്കാമല്ലോ എന്ന് വെച്ച്. പക്ഷേ ആ ടൈം ഞാൻ വളരെയധികം യൂസ്ലെസ് ആയിട്ട് ഉപയോഗിച്ചു എന്ന് എനിക്കിപ്പം തോന്നുന്നു. നെക്സ്റ്റ് ഇപ്പം രണ്ടാമത്തെ സ്ട്രഗ്ലിങ് കാലഘട്ടമാണ്. കുട്ടിയും വീട്ടുജോലിയും എല്ലാം കൂടെ ആയിട്ട് മാനേജ് ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇപ്പം ഞാൻ സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നത്. അപ്പം ഞാൻ ഉള്ള ടൈം ഞാൻ മാക്സിമം കണ്ടെത്തി പഠിക്കാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് കൂടുതൽ ഞാനിതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അതുപോലെ കിട്ടുന്ന ടൈം മൊത്തം ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വന്നു. പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആൻഡ് ബെറ്റർ ആയിട്ട് പഠിക്കാനും തുടങ്ങി. അതുപോലെ മാക്സിമം ഞാൻ റിവിഷൻ ചെയ്യാനും തുടങ്ങി. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞവരായാലും സെക്കൻഡ് പറഞ്ഞവരായാലും പ്രധാനമായിട്ടും ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത് ടൈം വളരെ കുറച്ച് മാത്രമേ നിങ്ങളെ മുന്നിലുള്ളൂ എന്ന് വെച്ച് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ലാസ്റ്റ് ചാൻസാണ് എനിക്ക് പി എസ് സിക്ക് നെക്സ്റ്റ് വരുന്ന എക്സാം എന്ന് നമ്മൾ മനസ്സിൽ കരുതി കൂട്ടി നമ്മൾ പഠിക്കാനിരുന്നാൽ ഉറപ്പായിട്ടും നമുക്ക് ഏതൊരു ഭയങ്കര പാടുള്ള ടോപ്പിക്കായാലും നമുക്കത് പഠിക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി എൻ്റെ മെൻ്റലി നമ്മൾ കുറച്ചും കൂടെ ശക്തമാവേണ്ടതുണ്ട്. നമ്മുടെ മുന്നിൽ ടൈമും കുറവാണ്, അതുപോലെ തന്നെ നമുക്ക് ഇനി ഓപ്പർച്യൂണിറ്റീസും കുറവാണെന്നറിയുമ്പം നമ്മൾ ഓരോ പഠനത്തിനും കൊടുക്കുന്ന എഫേർട്ടിൻ്റെ അളവ് കൂടുതലായിരിക്കും. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഞാൻ കൊടുക്കുന്ന എഫേർട്ട് ഇപ്പം കൂടുതലാണ്. ആ എഫേർട്ട് കൂടുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എഫേർട്ടിനനുസരിച്ച് നമ്മളെ കൺസിസ്റ്റൻസി തനിയെ വരുന്നൊരു കാര്യമാണ്. നമ്മളെ മുന്നിൽ ടൈമില്ല, ഇനി അധികം ഓപ്പർച്യൂണിറ്റി ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ സ്വയമേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങും. അതിനാണ് ഏറ്റവും അടുത്തൊരു ഷെഡ്യൂൾ, ടൈറ്റ് ഷെഡ്യൂൾ നമ്മളെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനായാലും നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ ഞാൻ SCERT ചാപ്റ്റേഴ്സൊക്കെ ജസ്റ്റ് നോക്കി പോകത്തേ ഉള്ളായിരുന്നു. ബട്ട് ഞാൻ ഇപ്പം കുറച്ച് നാളുകൊണ്ട് SCERT കറക്റ്റ് മെയിനായിട്ട് ഒരു പോയിന്റ് പോലും വിടാതെയാണ് ഞാൻ പഠിക്കുന്നത്. ഓരോ ചാപ്റ്ററും സിലബസിൽ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആദ്യം കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിലുള്ള ഓരോ ചാപ്റ്ററും ഞാൻ കമ്പൾസറി മൊത്തമായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള PSC ലെവലൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം ഞാൻ ജസ്റ്റ് വായിച്ചു എടുത്തേ ഉള്ളായിരുന്നു. ഇപ്പം ഞാനത് ഓരോ ടോപ്പിക്കും ഞാൻ നോട്ട് എഴുതി പഠിച്ച് പോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് പിന്നീട് റിവിഷൻ ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു കാര്യം പറയാനാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവരെ സപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ടോ നാട്ടുകാരുടെ സപ്പോർട്ടോ ഒന്നുമല്ല നമുക്ക് വലുത്. നമ്മൾ മെൻ്റലി സപ്പോർട്ട് ചെയ്ത് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് നമ്മൾ വിചാരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് വെച്ച് നമ്മൾ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിന് വിജയത്തിലെത്താൻ കഴിയും. ഞാനിപ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ SCERT ആയാലും പഠിച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഒരുപാട് ടൈം ഞാൻ മുന്നേ വേസ്റ്റ് ചെയ്തു. അതൊക്കെ യൂസ്ഫുൾ ആയെങ്കിൽ നമുക്കിപ്പം ഒരു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസിൽ എത്തിപ്പെടാൻ കഴിയുമായിരുന്നു എന്നൊക്കെ നമ്മൾ ടൈം കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അത് പഠിക്കുക, പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസിലോട്ട് പോകാൻ പറ്റൂ. നമ്മൾ ബേസിൽ എപ്പോഴും നിന്നാൽ നമുക്ക് മുന്നോട്ട് കയറാൻ പറ്റില്ല. നമ്മൾ ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് അല്ലെങ്കിൽ കാൽഭാഗം സ്റ്റെപ്പെങ്കിലും കയറി പഠനത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന PSCയുടെ ഒരു ഗവൺമെൻറ് ജോബിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.